ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഇച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഇഹ ഏകസ്ഥം ജഗത് കൃത്സ്നം പശ്യ അദ്യ സചരാചരം. പശ്യാദ്യ സചരാചരം. പശ്യ അദ്യ സചരാചരം. മമ ദേഹേ ഗുഡാകേശ യത് ച അന്യത് ദ്രഷ്ടും ഇച്ഛസി. ഇഹൈകസ്ഥം എന്ന് ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഇഹ ഏകസ്ഥം, അതാണ് ഇഹൈകസ്ഥം. ഒരുപാട് കൂട്ടക്ഷരങ്ങൾ കാണാം ഇതിനകത്ത്. ഇഹ ഏകസ്ഥം ജഗത് കൃത്സ്നം. ഇഹൈകസ്ഥം ജഗത് കൃത്സ്നം പശ്യ അദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യത് ച അന്യത് ദ്രഷ്ടും ഇച്ഛസി. അതാണ് യച്ഛാന്യദ്രഷ്ടുമിച്ഛസി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇഹ ഇവിടെ, ഏകസ്ഥം ഒരുമിച്ച്. കുറേ വിഭൂതികളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ഒരുമിച്ച് ഏകസ്ഥം നിൽക്കുന്നതായിട്ട്. ഏകസ്ഥം ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുന്നതായിട്ട്. എവിടെയാണ് ആ സ്ഥലം? എവിടെയാണ് കാണാൻ വേണ്ടി പോകുന്നത്? എന്തൊക്കെയാണ് കാണുന്നത്? കൃത്സ്നം ജഗത്ത്, മുഴുവൻ ജഗത്തും. ഈ സർവ ജഗത്ത് മുഴുവനും അദ്യ ഇപ്പോൾ, പശ്യ കണ്ടാലും, സചരാചരം ചരാചരങ്ങൾ മുഴുവനുണ്ട്. ചരാചരങ്ങളായിട്ടുള്ളതെല്ലാം ഉണ്ട്. എവിടെയാണ്? എവിടെ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇഹ ഇവിടെ എന്ന് പറഞ്ഞില്ലേ? അതെവിടെയാണ്? മമ ദേഹേ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ദേഹത്തിൽ. ഹേ ഗുഡാകേശ, അർജുന, നിദ്രയെ ജയിച്ചവനെ. യത് ച അന്യത്, അന്യത് യത്, മറ്റ് വേറെ എന്തെങ്കിലും നിനക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ, ദ്രഷ്ടും ഇച്ഛസി, കാണുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, തത് ച, അതും കണ്ടാലും എന്നാണ് പറയുന്നത്. ഹേ അർജുന, ചരാചരങ്ങളായിട്ടുള്ള സർവ്വതും, മുഴുവൻ ജഗത്തും, ഇനി മറ്റ് വല്ലതും നീ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ എൻ്റെ ദേഹത്തിൽ ഇവിടെ ഇപ്പോൾ ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നതായിട്ട് കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. ഞാനിതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി അതല്ല, വേറെ എന്തെങ്കിലുമാണ് നിനക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും നീ കണ്ടോളൂ. ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചിട്ട് വിട്ടുപോകൊന്നും വേണ്ട. മറ്റ് പലതും നിനക്ക് കാണാൻ തോന്നുന്നുണ്ടാവും. അതൊക്കെ ശങ്കരാചാര്യ പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? യദ്വാ ജയേമ യദിവാനോ ജയേഹു, ഞാൻ അവരെ തോൽപ്പിക്കുമോ അവരെന്നെ തോൽപ്പിക്കുമോ എന്നൊക്കെ കാണാനൊക്കെ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ലേ? ടൈം ട്രാവലർ ചെയ്തിട്ട് വേണം, അതിൽ ടൈം ട്രാവൽ ചെയ്തിട്ട് അതുപോലും നിനക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ ശരീരത്തിൽ. അവിടെ അധ്യാത്മാനന്ദ സ്വാമി പറയുന്നത് ഈ ദേശകാലങ്ങളെല്ലാം വറ്റിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. ദേശം, കാലം. ദേശം എന്ന് പറയുന്നത് സ്പേസ്, കാലം എന്ന് പറയുന്നത് ടൈം. കാലവും സമയവും ദേശവും ഒക്കെ അസ്തമിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി എന്ത് വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളതും കഴിഞ്ഞതും ഒക്കെ അവിടെ ഉണ്ടാവണം. അപ്പം അത് ഭഗവാന്റെ ശരീരത്തിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള സിനിമയായിരിക്കില്ലേ? ആരെങ്കിലുമൊക്കെ ആലോചിക്കുന്നുണ്ടോ എന്തായിരിക്കും കാണാൻ വേണ്ടി പോകുന്നുണ്ടാവുക എന്നുള്ളത്? ദേശം കാലം എന്ന് പറഞ്ഞത് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാമോ? മനസ്സിലായില്ല. ഓക്കെ. നമ്മൾ എല്ലാം ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന ഒരു സമയത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് അല്ലേ? നാരായണീയത്തിലൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് സർവവും ഭഗവാനിൽ ലയിച്ചിരിക്കുന്ന സമയം എന്നൊരു സമയമില്ല.
കാരണം അവിടെ സമയമില്ല. ഭഗവാനിൽ നിന്നെല്ലാം ഉദ്ഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്നൊരു പ്രതീതിയാണ് സമയമെന്ന് പറയുന്നത്, അല്ലേ? അവിടെ സ്പേസ്, ദേശം ഇല്ല. ദേശം ഉണ്ടാകുന്ന എല്ലാം ഭഗവാനിലിരിക്കുമ്പോൾ പിന്നെ മറ്റൊന്നും ഇല്ലല്ലോ. അവിടെ നിന്ന് ഉദ്ഭവിച്ച് വരുന്ന സമയത്താണ് അതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സമയമില്ലാത്തൊരു സമയം ഉണ്ടായിരുന്നു, ദേശമില്ലാത്തൊരു ദേശം ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ സർവ്വതും ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ബിഗ് ബാങ് തിയറിയൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി കാണാനുള്ളതും നിനക്ക് കാണാം എന്ന് പറയുന്നത്, നടന്നതും നിനക്ക് കാണാം എന്ന് പറയുന്നത്. എല്ലാം ഭഗവാന്റെ ശരീരത്തിൽ കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ അർജുനൻ്റെ ഒരു കാഴ്ചയുടെ വ്യാപ്തി എന്ന് പറയുന്നത് ഇപ്പം ഭഗവാന്റെ ശരീരമാണ്. എല്ലാം ഭഗവാനിൽ എങ്ങനെ ലയിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കാണാം, അവിടെ കാണാം എന്നാണ് ഭഗവാൻ പറയുന്നത്. മറ്റു വേറെ എവിടെയും പോകണ്ട, എൻ്റെ ശരീരത്തിൽ തന്നെ കാണാം എന്നാണ് പറയുന്നത്. എങ്ങനെ കാണാമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പം പറയുന്നു, ഹേ അർജുന, സർവ്വതും എവിടെയാണ് കാണേണ്ടത്? എൻ്റെ ശരീരത്തിൽ കണ്ടാലും ആ ക്യാൻവാസിൽ നിനക്കിത് മുഴുവൻ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ ആയോ? കാലം അല്ലെങ്കിൽ എന്താണ് പറയാ, ടൈം ഇല്ലാത്തതെന്ന് പറയുമ്പം ഏത് കാലത്തും ചേഞ്ച് ചെയ്യാത്തതെന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ അതെങ്ങനെയാ നമ്മള് അതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ അങ്ങനെ ബിഗ് ബാങ് തിയറി ആണെന്ന് പറഞ്ഞാൽ തന്നെ അപ്പൊ അതിന് മുമ്പുള്ള കാലം അപ്പോഴും അവിടെ ഒരു കാലത്തിന്റെ റെഫറൻസ് വരുന്നില്ലേ? കാലം, ടൈം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അല്ലേ? ഒരു ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോവുക എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് പോകണമെങ്കിൽ എവിടെ നിന്ന്, അതാണ് ഐൻസ്റ്റീൻ്റെ റിലേറ്റിവിറ്റി ഒക്കെ പറയുന്നത്. ശബ്ദത്തിനേക്കാളും അല്ല, പ്രകാശത്തിൻ്റെ വേഗതയേക്കാളും കൂടുതൽ സഞ്ചരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നോട്ട് പോകാം എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. സമയം പിന്നോട്ട് സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. നമുക്ക് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സമയമില്ലാത്തൊരു സമയം ഉണ്ടായിരിക്കും, സമയം നമുക്ക് പറയാൻ പറ്റില്ല, ആ ഒരു അവസ്ഥ. ഓക്കെ, അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. അവിടെ നിന്നാണ് സർവവും ഉദ്ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ സമയമുണ്ടാവണമെങ്കിൽ മറ്റൊരു സമയത്ത് ഒരു പോയിന്റിനെ അപേക്ഷിച്ചിട്ട് അതിനെ അവിടെ നിന്നാണ് റെഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ സമയം മെഷർ ചെയ്യുന്നത് എപ്പോഴും. അവിടെ റെഫറൻസ് ഇല്ലാത്തൊരവസ്ഥയാണല്ലോ എവിടെ നിന്ന് എന്നുള്ളത്. അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതാണ് പിന്നെ പെട്ടെന്ന് ഇപ്പൊ പറഞ്ഞപ്പോ ആലോചിച്ചതാണ് ഞാൻ. നമ്മള് സൂര്യൻ അല്ലെങ്കിൽ ആ ഒരു എല്ലാം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടാണല്ലോ പകലും രാത്രിയും അതൊന്ന് ഒരു സമയം വരുന്നത്. അപ്പൊ അതും കൂടിയാണോ നീ ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഇങ്ങനെ അല്ലാത്തൊരു അവസ്ഥയെന്ന് പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് അല്ലേ? അറിയില്ല, ഞാൻ കുറച്ച്. അതെ, അല്ല, അത് ശരി തന്നെയാണ്. നമ്മളാണ് സ്കെയില് വെച്ചിരിക്കുന്നത്, സമയത്തിന്റെ സ്കെയില് നമ്മൾ ഉണ്ടാക്കിയതാണ് സമയത്തിന്റെ സ്കെയില്. പക്ഷെ അല്ലെങ്കിലും സമയം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, നമ്മളിപ്പം ഈ സൗരയൂഥത്തിനൊക്കെ പുറത്തു പോയിട്ട് നിന്ന് കഴിഞ്ഞാലും കാലം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അങ്ങനെയാണല്ലോ നമ്മളതിനെ കാണുന്നത്, അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റെല്ലാർ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ പറയുന്നൊരു സംഭവമുണ്ട്. ഇവർ വേറെ എന്താണ് യൂണിവേഴ്സിലെ വേറൊരു ഗ്രഹത്തിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ യാത്ര പോയ ആളുടെ മകളുണ്ട്. മകള് വളരെ പ്രായമായിട്ടിരിക്കുന്നു, ഇയാൾ അതേപോലെ ചെറുപ്പമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സീൻ അതിലുണ്ട്. എന്താണ് അതില്? രാജാവ് മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ട് ബ്രഹ്മാവിനെ കാണാൻ പോയിട്ട് അത് പിന്നെ അവരാണ് ബലരാമനെ കല്യാണം കഴിച്ച് അങ്ങനെ എങ്ങാണ്ട് ഒരു കഥയില്ലേ? അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരുപാട് പ്രായമായി പോകും. അങ്ങനെ സമയത്തുള്ളവരാ. ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്. ബ്രഹ്മദേവൻ്റെ പകല് എന്ന് പറയുന്നത് 100 ദേവവർഷമാണ്. അല്ല, 100 ദേവന്മാരുടെ വർഷങ്ങളാണ് ബ്രഹ്മദേവൻ്റെ ഒരു
പകല് എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യൻ്റെ ഉള്ളതിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഭർത്താവിനെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഓ ആ ബ്രഹ്മലോകത്ത് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും ആ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ എല്ലാവർക്കും പ്രായമായി വരും. അപ്പൊ അങ്ങനെയാണ് ബലരാമനെ വിവാഹം കഴിക്കുന്നതെന്ന്. ഓ അത് ശരി, അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ കഥ. ആ അത് കൊള്ളാം. അപ്പോൾ അത് തന്നെയാണ് ആ ഇൻ്റർസ്റ്റെല്ലാർ സിനിമ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ഒരു സീൻ അതിലുണ്ട്. അത് മറ്റൊരു യൂണിവേഴ്സിലേക്ക് പോയിട്ട് ഭൂമിയെ പോലൊരു വേറൊരു ഗ്രഹം അന്വേഷിച്ച് പോവുകയാണ്. മനുഷ്യൻ ഭൂമി നശിക്കുന്ന സമയത്ത് താമസിക്കാൻ വേണ്ടി പുറത്ത് ഉള്ള വേറൊരു ഗ്രഹം അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ അതിൽ സ്പേസിനെ ഫോൾഡ് ചെയ്യുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. ബ്ലാക്ക് ഹോളിനുള്ളിലേക്കൂടെ പോകുമ്പോൾ അവിടെ ലൈറ്റും ടൈമും ഒന്നും ഇല്ല ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എന്നാണ് പറയുന്നത്. എന്നിട്ട് അതുവഴി അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് സ്പേസിനെ ഫോൾഡ് ചെയ്തിട്ട് പോകാൻ പറ്റും എന്നൊക്കെയാണ് അതിൻ്റെ കോൺസെപ്റ്റ്. എനിക്കത്ര ഫിസിക്സ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടെങ്കിലും അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ആ ഒരു സംഗതിയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെയും പറയുന്നത്. പക്ഷേ സയൻസ് പറയുന്നത് ബിഗ് ബാങ് മുതൽ ആരംഭിച്ചു എന്ന് പറയുന്നു. നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് അതിനു മുന്നേയും ഭഗവാൻ ഇത് എല്ലാം സൃഷ്ടിക്കുന്നതിന് മുന്നേയും ഇതെല്ലാം ഉണ്ടായിരുന്നു. സർവ്വതും ഭഗവാനിലേക്ക് പിന്നെ ലയിച്ചിരിക്കുന്നതാണ്. അത് പിന്നെയും എക്സ്പാൻഡ് ചെയ്യും, പിന്നെയും ഭഗവാനിലേക്ക് ലയിക്കുമെന്നാണ് പറയുന്നത്. ലയിക്കുന്ന സമയത്ത് ഒരു പോയിൻ്റാണോ അല്ല ഒരു സ്ഥലമാണോ ഭഗവാൻ എന്ന് പറയുന്നത് അഗൈൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ഒരു സംഗതിയാണോ? അപ്പോൾ ഭഗവാൻ അല്ലാതെ വേറെ എന്തെങ്കിലും അവിടെ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ ആ ഒരു ഐഡിയ നമ്മുടെ മുന്നിലേക്ക് ആചാര്യന്മാർ വെച്ച് തന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. അത് ദേശകാലങ്ങളൊന്നും ഇല്ലാത്തൊരു സമയം. അതുകൊണ്ടാണ് അർജുനന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് യുദ്ധത്തിൽ ജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ നിനക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും ഇവിടെ നോക്കിയാൽ മതി, കാണാം എന്ന് പറയുന്നത്. ഓക്കെ ആ ശ്ലോകം ഒന്ന് ചൊല്ലാം. കമല ചേച്ചി ചൊല്ലാം. ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഓക്കെ രൂപ ചേച്ചി. ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഓക്കെ സോന ചേച്ചി ചൊല്ലിയല്ലേ? ശ്ലോകം ചൊല്ലിയോ? ചൊല്ലിയായിരുന്നു. ഓക്കെ ഓക്കെ. നിർമ്മൽ ജി ഒന്ന് ചൊല്ലാമോ? ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഓക്കെ ജിത്തു ജി. ഇഹൈകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. കമല ചേച്ചി ചൊല്ലിയല്ലേ? അരുൺ ജി. ഇഹൈകസ്ഥം ജഗത്കൃത്സ്നം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. ഓക്കെ ചന്ദ്രകലയമ്മ ചൊല്ലാമോ? ഏകസ്ഥം ജഗത്കൃഷ്ണം പശ്യാദ്യ സചരാചരം മമ ദേഹേ ഗുഡാകേശ യച്ഛാന്യദ്രഷ്ടുമിച്ഛസി. അപ്പുറത്ത് നോക്കിയാൽ പോരെ എനിക്ക്? അപ്പോൾ
അർജുനൻ പ്രകടിപ്പിച്ച സംശയങ്ങളും എന്തൊക്കെയാണ് അവിടെ അർജുനൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് മുഴുവനും ഭഗവാനിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് ശങ്കരാചാര്യർ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അത് പറയുന്നത് ഇഹ ഏകസ്ഥം ഏകസ്മിൻ ഏവ സ്ഥിതം ജഗത് കൃത്സ്നം സമസ്തം പശ്യ അദ്യ ഇദാനീം സചരാചരം സഹചരേണ അചരേണ ച വർത്തമാനം മമ ദേഹേ ഗുഡാകേശ യത് ച അന്യത് ജയപരാജയാദി യത് ശങ്കസേ യദ്വാ ജയേമ യദി വാനോ ജയേയുഃ ഇതി യത് അവോചഃ തത് അപി ദ്രഷ്ടും യദി ഇച്ഛസി കിന്തു. ഞാൻ ജയിക്കുവോ അവർ എന്നെ പരാജയപ്പെടുത്തുവോ എന്നെല്ലാം നീ സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ? അതും ആ സങ്കല്പങ്ങളെയും നിനക്ക് കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ കണ്ടുകൊള്ളുക എന്ന് പറഞ്ഞിട്ട് പക്ഷേ എന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. ജിതേച്ചി ചലാം. न तु मां शक्यसे द्रष्टुम् न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम् पश्य मे योगमैश्वरम्. चिञ्जु न तु मां शक्यसे द्रष्टुम् न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम्. पश्य मे योगमैश्वरम्. ओके कमलचेशी. न तु मां शक्यसे द्रष्टुम् न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुषु पश्य मे योगमैश्वरम्. पश्य मे योगमैश्वरम्. ओके. न तु मां शक्यसे द्रष्टुम् अनेन एव स्वचक्षुषा दिव्यं ददामि ते चक्षुः पश्य मे योगम् ऐश्वरम्. നമുക്ക് സംശയം ഉണ്ടാവില്ലേ, ഈ കണ്ടുകൊണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്? എൻ്റെ ശരീരത്തിലേക്ക് നോക്കൂ, നിനക്ക് കാണാം എന്നൊക്കെ പറയുന്ന സമയത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ? പക്ഷേ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കടക്കുകയാണ്. നതു മാം ശക്യസേ ദ്രഷ്ടും തു അനേന സ്വചക്ഷുഷാ ഏവ. നിനക്ക് ഇപ്പോൾ ഈ കാണുന്ന രണ്ട് കണ്ണുകളുണ്ടല്ലോ, അതുകൊണ്ട് നിനക്ക് കാണാൻ വേണ്ടി പറ്റില്ല. തു അനേന സ്വചക്ഷുഷാ ഏവ എന്നാൽ നിൻ്റെ ഈ ബാഹ്യമായിട്ടുള്ള ഈ കണ്ണുകൾ കൊണ്ട് മാം ദ്രഷ്ടും ന ശക്യസേ എന്നെ കാണാൻ വേണ്ടിയിട്ട് നിനക്ക് സാധിക്കില്ല. തേ ദിവ്യം ചക്ഷുഹു ദദാമി നിനക്ക് ദിവ്യമായിട്ടുള്ള ചക്ഷുക്കളെ ഞാൻ തരികയാണ്, അതായത് ദിവ്യദൃഷ്ടി നിനക്ക് നൽകുകയാണ്. മേ ഐശ്വരം യോഗം പശ്യ എൻ്റെ ഐശ്വര്യമായിട്ടുള്ള യോഗം നീ കണ്ടാലും. അപ്പോൾ ദിവ്യ ദൃഷ്ടി ഒക്കെ വേണം, അല്ലാണ്ട് ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് കാണാൻ പറ്റില്ല. 3D കണ്ണടയൊക്കെ കൊടുക്കുന്ന പോലെ, തിയേറ്ററിൽ കയറുമ്പോൾ കൊടുക്കുന്ന പോലെ പ്രത്യേകമായിട്ട് ദിവ്യ ദൃഷ്ടിയൊക്കെ തന്നാൽ മാത്രമേ ഇത് നിനക്ക് കാണാൻ വേണ്ടി സാധിക്കുള്ളൂ. അത് ഞാൻ നിനക്ക് തരാം, എന്നിട്ട് എൻ്റെ ഐശ്വര്യമായിട്ടുള്ള യോഗം നീ കണ്ടാലും എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ചിന്മയാനന്ദ സ്വാമികളത് പറയുന്നുണ്ട്. ദിവ്യദൃഷ്ടി എന്നൊക്കെ പറയുമ്പം പലരും അർജുനന് സ്പെഷ്യലായിട്ട് എന്തോ ഇമ്പോർട്ട് ചെയ്ത് കൊടുത്ത ഒരു അവയവം പോലെയൊക്കെ ആൾക്കാർ അതിനെ വിശദീകരിക്കുന്നത് കാണാം. അങ്ങനെയൊന്നുമല്ല. അവിടെ പറയാണ്, എന്താണ്,
ദിവ്യ ചക്ഷുസിനെ കുറിച്ച് പല അബദ്ധധാരണകളുമുണ്ട്. ഹൈന്ദവ തത്വഗ്രന്ഥങ്ങളിലൂടെ ഉപനിഷത്തുക്കളുടെ പൊരുൾ അറിയാൻ കഴിവില്ലാത്ത പലരും സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ദിവ്യ ചക്ഷുസിന് അർത്ഥം കൽപ്പിക്കുന്നു. സ്ഥൂല ഉപകരണം കൊണ്ട് സൂക്ഷ്മത്തെ ഗ്രഹിക്കാനാവില്ലെന്ന് ഉപനിഷത്തുക്കൾ ആവർത്തിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. ബാഹ്യലോകത്തുള്ള സ്ഥൂല വിഷയങ്ങളെ അറിയാൻ മാത്രമേ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കഴിവുള്ളൂ. സ്ഥൂല വിഷയങ്ങളെ അപേക്ഷിച്ച് സൂക്ഷ്മതരങ്ങളായ ആശയങ്ങളെ ഗ്രഹിക്കാൻ അവയ്ക്ക് കഴിവില്ല. ആശയങ്ങൾ ഗ്രഹിക്കുന്നത്, കാണുന്നത് ബുദ്ധിയാണ്, മാംസചക്ഷുസ്സല്ല. അതിനാൽ ദിവ്യ ചക്ഷുസിനർത്ഥം സൂക്ഷ്മതത്വങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള ബോധചക്ഷുസ്, ജ്ഞാനക്കണ്ണ് എന്നത്രേ. അപ്പോൾ അത് കാണാനുള്ള ജ്ഞാനമാണ് കൊടുക്കുന്നത്. എന്നിട്ട് കണ്ടുകൊള്ളൂ എന്നാണ് പറയുന്നത്. ചിലതിനകത്ത് ആൾക്കാർ വിശദീകരിക്കുന്ന കണ്ടിട്ടുണ്ട്. നീ എന്നെ ഒന്ന് തൊട്ട് തന്നോളൂ അപ്പോൾ നിനക്ക് കാണാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ഒരു കണ്ണ് കൊടുത്തു എന്ന് പറയുന്നു. അപ്പോൾ അത് നമ്മളീ കാണുന്ന ഫിസിക്കലായിട്ടുള്ള നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അതിനപ്പുറത്തുള്ളതാണിത്, ആ കാഴ്ചയ്ക്ക് അപ്പുറത്തുള്ളതാണ്. അപ്പോൾ ഉൾക്കണ്ണുകൊണ്ടാണ് കാണേണ്ടത്, അകക്കണ്ണുകൊണ്ടാണ് കാണേണ്ടത്, ഉള്ളിലാണ് തെളിയുന്നത്. നോക്കൂ എൻ്റെ ശരീരത്തിലേക്ക് എന്നൊക്കെ പറയും, പക്ഷേ ഇത് കാണുന്നത് ഉള്ളിലെ ജ്ഞാനക്കണ്ണുകൊണ്ടായിരിക്കും. അതാണ് നമ്മൾ ഓരോ വിഗ്രഹങ്ങളുടെ മുന്നിൽ പോകുമ്പോഴും നമ്മൾ ആ വിഗ്രഹത്തിൽ നോക്കുന്നു, കണ്ണടച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് സ്മരിക്കാൻ വേണ്ടി ശ്രമിക്കണം നമ്മളോട് പറയുന്നത് കൊണ്ടാണ്. അപ്പോഴാണ് നമ്മുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിലുള്ള ആ ഭഗവാന്റെയൊക്കെ രൂപം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. നമ്മൾ ഉള്ളിലേക്ക് അത് എടുക്കും. നമ്മൾ ആ കുഞ്ഞു രൂപം നമ്മൾ കാണാൻ വേണ്ടിയിട്ടാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുക. കണ്ടിരിക്കും, നോക്കിയിരിക്കും ഏത് രൂപത്തിലാണെന്ന്. പിന്നെ നമ്മൾ മനസ്സിൽ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ പിടികിട്ടില്ല, എങ്ങനെയായിരുന്നു കണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ എത്ര വലിപ്പമുണ്ടായിരുന്നു എന്ന് പോലും ചിലപ്പോൾ നമുക്ക് ഓർമ്മയുണ്ടാവില്ല. അതാണ് ആ വിഗ്രഹത്തിൻ്റെ ഒരു പ്രത്യേകത. ഏത് രൂപത്തിലാണ് കണ്ടത്, ഞാൻ വാകച്ചാർത്ത് കണ്ടു എന്നൊക്കെ പറയും. എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ നമുക്ക് ചിലപ്പോൾ ഓർമ്മ വരില്ല. അപ്പോഴേക്കും നമ്മുടെ മനസ്സിൽ വരിക കൃഷ്ണനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന രൂപങ്ങളും എവിടെയോ ആരോ അരച്ചിരിക്കുന്ന രൂപങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. അങ്ങനെ ആ രൂപത്തിൽ കാണേണ്ടത് ഈ ഭഗവാന്റെ സർവ്വവിഭൂതികളും നിറഞ്ഞു നിൽക്കുന്ന ഈ ചൈതന്യമത്തായിട്ടുള്ള രൂപമാണ്. എല്ലാം എന്നിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ ദിവ്യ ചക്ഷുസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. മോഹങ്ങളൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭഗവാൻ ഓഫർ ചെയ്യും, ഇനി ഓക്കെ സമയമായിട്ടുണ്ട്, എടുത്തോളൂ, എന്നിട്ട് കണ്ടോളൂ എന്ന് പറയും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. ആദ്യം മോഹങ്ങൾ സർവ സംശയങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ് നിൽക്കേണ്ടത്. പിന്നെ എന്ത് ഉണ്ടാകുന്നത് അടുത്ത ശ്ലോകത്തിൽ സഞ്ജയനാണ് പറയുന്നത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്. ആ ദിവ്യ ചക്ഷുസ് കൊടുത്തിട്ടുണ്ട് ആർക്ക്? സഞ്ജയനും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവിടെ നിന്നിട്ട് ഒരാൾ കാണുന്നുണ്ട്. ഇപ്പോഴല്ല, മുന്നേ കണ്ട കാര്യമാണ് ഇവിടെ ഭീഷ്മർ വീണതിന് ശേഷം ധൃതരാഷ്ട്ര ചോദിക്കുമ്പോൾ പറയുന്നത്. ലൈവായിട്ട് കാണാനുള്ള ഭാഗ്യം അല്ലെങ്കിൽ കേൾക്കാനുള്ള ഭാഗ്യം പോലും ആർക്കുണ്ടായിട്ടില്ല? നമ്മുടെ ധൃതരാഷ്ട്രക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്, മറന്നു പോരുത്. അവിടെ എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ആണ് ഇതൊക്കെയാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് സഞ്ജയൻ. എന്നിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും, ഇത് കാണാനുള്ള ഭാഗ്യം ആര് കൊടുത്തിട്ടുണ്ട്? വേദവ്യാസൻ സഞ്ജയന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ മുഴുവൻ കണ്ട ഒരാൾ സഞ്ജയനാണ്. കണ്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടില്ലായിരുന്നു നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അർജുനൻ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ അതുപോലെ വിശദീകരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പം എൻ്റെ മനസ്സിൽ വരുന്ന വേറൊരു സംശയമുണ്ട്. ജ്ഞാനദൃഷ്ടി കൊണ്ട് അർജുനൻ്റെ ഉള്ളിലാണ് കണ്ടതെങ്കിൽ സഞ്ജയൻ ഇതെങ്ങനെയാണ് കണ്ടിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അർജുനൻ്റെ ഉള്ളിൽ കണ്ടത് സഞ്ജയൻ എങ്ങനെ കണ്ടു? അത് ചിന്തിക്കേണ്ട വിഷയമാണ്. സഞ്ജയൻ കണ്ടോ അല്ല അർജുനൻ കണ്ടത് പറയുന്നത് സഞ്ജയൻ കേട്ടിട്ട് അല്ലെ കണ്ടിട്ട് ധൃതരാഷ്ട്രോട് പറഞ്ഞു കൊടുത്തതാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കാം. ഇനി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ബാക്കി ആലോചിക്കാം. ഇത് ഒരുപാട് ലൂപ്പുകളാണ്. നല്ല ഓക്കെ, ശ്ലോകം ഒന്ന് ചൊല്ലി നോക്കാം. ലോലിത ശശി ചൊല്ലാമോ? നതു മാം ശക്യസേ ദ്രഷ്ടും
न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम्. पश्य मे योगमैश्वरम्. ओके, रूपचेचि. न तु मां शक्यसे द्रष्टुम् न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम्. पश्य मे योगमैश्वरम्. ओके, वृन्दम. न तु मां शक्यसे द्रष्टुम् न तु मां शक्यसे द्रष्टुम् अनेनैव स्वचक्षुषा अनेनैव स्वचक्षुषा दिव्यं ददामि ते चक्षुः दिव्यं ददामि ते चक्षुः पश्य मे योगमैश्वरम्. पश्य मे योगमैश्वरम्. ഓക്കെ, അപ്പോൾ ഇനി സഞ്ജയൻ വിവരിക്കുന്നതാണ്. അത് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് നോക്കാം. ഇവിടെ ഒരു കാര്യമുള്ളത്, നമ്മൾ പൊതുവേ പറയാറുള്ളത് നാനാത്വത്തിൽ ഏകത്വം കാണാൻ വേണ്ടിയിട്ടാണ്. ചിന്മയാനന്ദ സ്വാമി നമ്മളോട് ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ ഏകത്വത്തിൽ നാനാത്വമാണ് അർജുനൻ കാണാൻ വേണ്ടി പോകുന്നത്. ഭഗവാൻ കൃഷ്ണൻ എന്നുള്ള ഒരു ശരീരത്തിലാണ്, ആ ഏകത്വത്തിലാണ് പലതിനെയും കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നിൽ തന്നെ എല്ലാത്തിനെയും കാണാൻ വേണ്ടി സാധിക്കും. എന്നാലോചിക്കുക, നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്കിതെല്ലാം കാണാൻ വേണ്ടി സാധിക്കും എന്നും കൂടെ നമ്മുടെ മനസ്സിലെടുക്കണം. എല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുക. ഉറച്ച വിശ്വാസത്തിൽ നമ്മൾ നിരന്തരമായിട്ട് നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാത്തിനെയും കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത് വേറെ, ഇത് വേറെ, അയാൾ വേറെ, ഞാൻ വേറെ എന്നൊക്കെയുള്ള നമ്മുടെ മനസ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങളും സംഭവങ്ങളും ഒക്കെ അങ്ങോട്ടൊക്കെ ഒഴിവാകും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിനു വേണ്ടി തരുന്ന സൂചനകളാണിതൊക്കെ. നമുക്കതുപോലെ സ്വീകരിക്കാം. അപ്പോൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം ഇന്നത്തെ. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പോൾ എല്ലാവർക്കും നമസ്തേ, ശുഭദിനം. വിശ്വരൂപം കാണാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് റെഡിയാവാം. അടുത്ത ആഴ്ച വിശ്വരൂപത്തിൻ്റെ തുടക്കമുണ്ടാവും. നമസ്തേ. നമസ്തേ, താങ്ക് യു.